എന്റെ മനസ്സിൽ അതൊക്കെ പിന്നെയും പിന്നെയും തികട്ടി തികട്ടി വരുവാ. എത്ര വിചാരിച്ചിട്ടും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. കാര്യം കാശിനൊക്കെ ബുദ്ധിമുട്ട് പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ നമ്മളെ നാണം കെടുത്തിയിട്ടില്ല. ഋതികെ, എന്ത് വേണം? സോറി ഋതികെ. ദീപു ഇത്രയ്ക്ക് വയലന്റ് ആവുമെന്നും ഇങ്ങനെ വലിയ വഴക്കുണ്ടാവുന്നെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ. ഋതികെ, എനിക്കൊരു അപേക്ഷയുള്ളൂ. രാജുവുമായുള്ള പ്രശ്നങ്ങളൊക്കെ നീ പറഞ്ഞു തീർക്കണം. എന്തൊക്കെയാണെങ്കിലും നിന്നെ താലി കിട്ടിയ പുരുഷനല്ലേ. മനുഷ്യരായ കോളേജ് കാലത്ത് ഇങ്ങനെയൊക്കെ ചില റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും. ഞാനും രാജുവായിട്ടുള്ള ബന്ധം അങ്ങനെ കണ്ടാ മതി. നീ പോകുന്നുണ്ടോ? എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി രാജുവിനെ ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടിയും രാജുവിനെ മറക്കാൻ വേണ്ടിയും ഞാൻ ദീപുവായിട്ട് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എന്നാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. എന്റെ നിന്ന് തല്ല് വാങ്ങണ്ടെങ്കിൽ നീ പോ. എന്റെ മനസ്സിൽ അതൊക്കെ പിന്നെയും പിന്നെയും തികട്ടി തികട്ടി വരുവാ. എത്ര വിചാരിച്ചിട്ടും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. കാര്യം കാശിനൊക്കെ ബുദ്ധിമുട്ട് പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ നമ്മളെ നാണം കെടുത്തിയിട്ടില്ല. പണക്കാരാണെന്നുള്ള അഹങ്കാരമല്ലേ അവര് നമ്മളോട് കാണിച്ചേ. ഇല്ലായ്മക്കാരാണെന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാൻ അവര് കരുതി. നമ്മളെ ഇല്ലായ്മക്കാരാണെന്ന് കരുതിയിട്ട് അവരുടെ മുന്നിൽ തെണ്ടാനൊന്നും പോയിട്ടില്ലല്ലോ. അച്ഛൻ ഒരു 10 പൈസ കടമായിട്ട് പോലും അവരോട് ആരോടും ചോദിച്ചിട്ടുമില്ല. ആ സൂര്യമംഗലത്തെ സരസ്വതി അമ്മ എല്ലാം കൂടി ഇവന്റെ പേരിൽ എഴുതി വെക്കാന്ന് പറഞ്ഞപ്പോ ഇവൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ടാ പിച്ചക്കാരെ പോലെ അവർ നമ്മളെ ആട്ടി ഇറക്കിയത്. മോള് ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലേ വല്ല ചായ കാപ്പി ഇട്ട് കൊടുക്കണേ. ഇപ്പൊ വേണ്ടമ്മേ. ഓഫീസിൽ നിന്ന് സീനിയർ അസിസ്റ്റന്റിന്റെ സെന്റ് ഓഫ് ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് കാപ്പി കുടിച്ചതാ. ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായ കാര്യങ്ങൾ വല്ലോ നീ അറിഞ്ഞോ? അറിഞ്ഞമ്മേ. പ്രിയേച്ചി വിശദമായിട്ട് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാലും വർമ്മസാറും കൂടി അവരുടെ കൂടെ കൂടിയതിലേ എനിക്ക് സങ്കടമുള്ളൂ. അയാള് വർമ്മസാറല്ല, ബോർമസാറാ. ബോർമസാറ് ഈ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന ചൂള. എന്റെ അമ്മായിയമ്മ ദേഷ്യം വന്നപ്പോ അയാളെ വിളിച്ചോണ്ടിരുന്നതേ ഷവർമാന്നാ. ഒരാളെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിക്കരുതടി. അങ്ങേരെ കാണിച്ച ന്യായമാണ് അല്ലേ വേണുവേട്ടാ? അച്ഛനും നമ്മുടെ ആങ്ങളയ്ക്കും ഇപ്പോഴും അവരോടൊക്കെ വലിയ സംപ്രീതിയാ. എന്നിട്ടെന്താ, അച്ഛനും മോളും കൂടി അവനെ അടിച്ചിറക്കി വിട്ടില്ലേ. അവള് ആ ഋതിക പറഞ്ഞതാ താലി കെട്ടി ഇവനെ അവക്ക് വേണ്ടാന്ന്. എന്റെ അമ്മയും ഞാനുവേ ഒരേ സ്വഭാവക്കാരാ. വെറുത്തതാ. ഏട്ടാ, ഏട്ടൻ നിങ്ങൾ വന്നേ. വാ ഏട്ടാ, വരാൻ വാ. എന്താ ശ്രീ? ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? വിഷമിക്കാതെ. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തില് അവിടെ അങ്ങനെ സംഭവിച്ചുപോയി. അതിനൊക്കെ കാരണക്കാര് വേറെ ആളുകളല്ലേ ഏട്ടാ. എന്നാലും പറയരുതാത്തതല്ലേ ഋതു പറഞ്ഞത്?
അത് ഏട്ടനോടുള്ള ഡീപ്പായ സ്നേഹം കൊണ്ടും ഫ്രീഡം കൊണ്ടുമല്ലേ? അതിന് യാതൊരു സംശയമില്ല. ആ അംബികയുടെ മകന്റെ സ്വഭാവമൊക്കെ ഏട്ടൻ അറിയാവുന്നതല്ലേ? അവര് ക്രിയേറ്റ് ചെയ്തതാ ഈ സിറ്റുവേഷനൊക്കെ. പ്രതിക്ക് ഏട്ടനോടുള്ള സ്നേഹവും ഏട്ടൻ അറിയാവുന്നതല്ലേ? അവളിപ്പോ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. പ്രിയേച്ചി പറഞ്ഞതൊന്നും ഏട്ടൻ കാര്യാക്കണ്ട. ഏട്ടൻ നാളെ രാവിലെ തന്നെ പോയി ഋതികയെ കാണണം. എന്നെ ഇറക്കി വിട്ട വീട്ടിലേക്ക് ഞാൻ തിരികെ ചെല്ലണോ? എന്നാ വേണ്ട. ഏട്ടൻ അവളെ വിളിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാന്ന് പറഞ്ഞാ മതി. നോക്കിക്കോ, അവൾ ഓടി വരും. ഏട്ടൻ പോവോ? പോവാം. എന്നാ വിഷമിക്കാതിരിക്കുക. ഇക്കാര്യത്തില് ഏട്ടൻ ആര് പറയുന്നതും കേൾക്കരുത്. ഇത് നിങ്ങളുടെ ലൈഫാ. അത് വെറുതെ തകർക്കരുത്. പറയുന്നവർക്ക് എന്തും പറയാലോ. മോളെ, വളരെ നല്ല കാര്യം. മോള് രാജുവിനെ കാണാൻ പോവല്ലേ? അതെ ചെറിയമ്മ. ചെറിയമ്മയ്ക്ക് സന്തോഷായി. ആ പാവം ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവൾ ഒത്തിരി വിഷമിച്ചു കാണും. അച്ഛനെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അത് മറക്കണം. ഏട്ടനെ അവൾക്ക് ജീവനാ. അതെനിക്കറിയാം ശ്രീ. വർമ്മ സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഋതുവിനോട് അങ്ങനെ പറഞ്ഞ. അതൊരിക്കലും എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഏട്ടൻ അവളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ്. ഭർത്താവും ഭാര്യയും തമ്മില് പല പിണക്കങ്ങളുണ്ടാവും. അതൊക്കെ സൗന്ദര്യ പിണക്കങ്ങളാ. അങ്ങനെ ആയിരിക്കണം. അമ്മയും പ്രിയച്ചിയൊക്കെ പോണ്ടെന്നൊക്കെ പറയും. ഏട്ടൻ മറ്റെവിടെയെങ്കിലും പോവാണെന്ന് നുണ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയാ മതി. അവര് പറയുന്നത് കേൾക്കരുത്. അവർക്ക് ഭർത്താവുമായിട്ട് പിണങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അമ്മയും അച്ഛനും തമ്മില് അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ. പ്രിയേച്ചിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരി. നീ എങ്ങോട്ട് പോവാ? ഇപ്പൊ നീ എവിടേക്കാണെന്ന് നിന്റെ ചേച്ചിയായി ചോദിക്കുന്നെ. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാ ചോദിക്കാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പറയ്, നീ എവിടേക്കാ പോകുന്നെ? ചേച്ചി, അത് ഉത്തരം പറയാൻ വാക്കുകൾ കിട്ടാതെ നീ വിഷമിക്കുകയാണെങ്കിൽ ഉത്തരം കൂടി ഞാൻ പറഞ്ഞേക്കാം.